ഹലോ, വെൽക്കം ബാക്ക്. ഒരു അടിപൊളി മിൽക്ക് ലഡു ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. നാട്ടിലത്തെ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് അങ്ങനത്തെ ഷോപ്സ് ഇല്ലേ, അതുപോലെ കിട്ടുന്ന ഒത്തന്റിക് ടേസ്റ്റ് ഉള്ള ഒരു മിൽക്ക് ലഡു ആണ് കേട്ടോ ഇത്. കാരണം പാൽപ്പൊടിയോ ഇപ്പൊ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഫ്രഷ് പ്യോർ മിൽക്ക് യൂസ് ചെയ്തിട്ടാട്ടോ ഈ ലഡു നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ 1 കപ്പ് പഞ്ചസാര, 2 ചെറുനാരങ്ങ പിഴിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് നെയ്യ്, 1 ലിറ്റർ പാല്, 1/2 ലിറ്റർ വേറെ പാല്. ഈ ലെമൺ ഒഴിച്ച് പിരിക്കാൻ പോകുന്നത് ഈ 1 ലിറ്ററുടെ പാലാണ്. ഈ 1/2 ലിറ്റർ പിന്നീട് നമ്മൾ ഒഴിക്കുന്നത്. ആ 1 ലിറ്റർ പാലില്ലേ, അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അത് തിളയ്ക്കുന്ന ഗ്യാപ്പിൽ കുറച്ച് ആവശ്യത്തിന് നെയ്യിൽ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പച്ചമണം കളയാം. അപ്പോഴേക്ക് ഈ പാലും കൂടി തിളച്ചു വന്നു. അതിലേക്ക് ആ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചപ്പം അത് പനീറായിട്ട് കിട്ടി. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തു കേട്ടോ, കാരണം ആ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത്. അപ്പോഴേക്കും ആ ക്യാരറ്റ് ഒന്ന് മൂത്ത് ആ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടു. ഇപ്പം ഞാൻ എടുത്തതിൽ ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്യാരറ്റ് നല്ലൊരു ഗോൾഡൻ കളറായി. അതിലേക്ക് മാറ്റി വെച്ച് 1/2 ലിറ്റർ പാലൊഴിച്ചു. അതിലേക്ക് പിന്നെ ആ പനീറായിട്ടില്ലേ അതും ഇട്ടു. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതാവട്ടെ, ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ഫ്ലെയിമൊക്കെ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ച് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് പോകുന്നതിന് മുൻപേ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് ലഡു ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിലൊക്കെ പോയി തിരിച്ചെത്തി, ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയി. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും ഉണ്ടാക്കാനുള്ള മിക്സ്ചറൊക്കെ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിന് എനിക്ക് ഏകദേശം 17 ലഡുവോളം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ 17 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു തവണ ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.